ഞാനിപ്പോൾ നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമർ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ ഒരു ഔട്ട്പുട്ട് ഡെമോ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ലോഗിൻ സ്ക്രീന്. ഇവിടെ നമുക്ക് ലോഗിൻ ഇമെയിലും പാസ്വേഡും അടിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ലോഗിൻ ബട്ടൺ, പിന്നെ ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊരു സൈൻ അപ്പ് പേജ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലോഗിൻ പേജിലോട്ട് പോകും. ഇവിടെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് ഇവിടെ ലോഗിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ആ ഒരു പേപ്പർ IEEE പേപ്പറിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡീപ്പ് ലേണിംഗ് ആണ്. CNN യൂസ് ചെയ്തിട്ടാണ്, അതായത് കോൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്ന ഡാറ്റാ സെറ്റ് ബ്രാഡ്സ് 2050 എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റാ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ചെറിയൊരു ഡാറ്റാ സെറ്റാണ്, 220 ഫോട്ടോസ് എന്തോ ഉള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു MRI ഇമേജ് കൊടുക്കുമ്പോൾ ട്യൂമർ ഉണ്ടോ ട്യൂമർ ഇല്ലേ, ട്യൂമറും നോ ട്യൂമറും അത് മാത്രമേ ക്ലാസിഫൈ ചെയ്യത്തുള്ളൂ. 2 ക്ലാസ്സേ ഇവിടെ ഉള്ളൂ. പക്ഷേ നമ്മുടെ പ്രൊജക്റ്റിന് അങ്ങനെയല്ല. നമ്മുടെ പ്രൊജക്റ്റിന് 4 ടൈപ്പ് ഓഫ് ട്യൂമറുകൾ കണ്ടുപിടിക്കും. ഒന്ന് ഗ്ലയോമ ട്യൂമർ, ഒന്ന് മെനിഞ്ചോമ ട്യൂമർ, പിന്നെ ഒന്ന് ട്യൂമർ ഇല്ലെങ്കിൽ നോ ട്യൂമർ, പിന്നെ പിറ്റ്യൂട്ടറി ട്യൂമർ. പിന്നെ ഈ ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ MRI അല്ലാത്ത ഒരു എന്തെങ്കിലും ഒരു ഇമേജ് അപ്ലോഡ് ചെയ്താൽ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്ലാസ്സാണ്. ഓക്കെ, ഇപ്പോൾ 5 ഫോൾഡർ, അതായത് 5 ക്ലാസ്സുകളാണ് നമ്മുടെ ഈ ഒരു ഡാറ്റാ സെറ്റിനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇമേജ് കൊടുക്കുമ്പോൾ ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടും ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് IEEE പേപ്പറിൽ CNN യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഈ കോൺഫ്യൂഷൻ മെട്രിക്സ് നമുക്ക് നോക്കി അറിയാം. ഇവിടെ ടോട്ടൽ ഓഫ് 895 പ്ലസ് 817 പ്ലസ് 83 പ്ലസ് 5, അപ്പോൾ ഓൾമോസ്റ്റ് 1600-1700 ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഡാറ്റാ സെറ്റിൽ. അപ്പോൾ ഇതത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഫോട്ടോസാണ് യൂസ് ചെയ്യുന്നത്, ഇത്രയും ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ 6148 ഫോട്ടോസ് ഉണ്ട്. ഞാൻ തുറന്ന് കാണിച്ചാൽ ഇതെല്ലാം ഓരോ നമ്മുടെ ഏത് ട്യൂമറാണ്, ഗ്ലയോമ ട്യൂമറിൻ്റെ ഫോട്ടോസാണ്. അതുപോലെ മെനിഞ്ചോമയ്ക്ക് 5839, ന്യൂ ട്യൂമറിന് ഇത്രയും, പിറ്റ്യൂട്ടറിക്ക് ഇത്രയും, ആനിമൽസിന് ഇത്ര ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ആനിമൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ MRI അല്ലാത്ത ഒരു ഫോട്ടോ കൊടുക്കുമ്പോൾ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ കേസിലും അങ്ങനെ വർക്കാവില്ല, പക്ഷേ നമുക്ക് ആ ഒരു ഫീച്ചറും കൂടി ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഇതിലാകെപ്പാടെ ജസ്റ്റ് കുറച്ച് പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ കുറച്ച് ഫോട്ടോസ് 100-150 ഫോട്ടോസേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഡാറ്റാ സെറ്റ് അങ്ങനെയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡാറ്റാ സെറ്റ്. ഇനി നമുക്ക് ഇതിലേക്ക് പോകാം. ഫസ്റ്റ് ഞാനൊരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ സൈനപ്പിൽ പോയി ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് gmail.com. പിന്നെ യൂസർ നെയിം എന്തോളം കൊടുക്കാം. പിന്നെ പാസ്വേഡ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ഫയർബേസ് ആയതുകൊണ്ട് അത് ഡിഫോൾട്ടായിട്ട് കുറച്ച് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൊണ്ടുവരും. അതായത് മിനിമം ഒരു 6 ഡിജിറ്റ് പാസ്വേഡ് എന്തോ വേണം. ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് 120 ആണ്. 1234567890. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ സൈനപ്പ് നോക്കി. ഓക്കെ, അപ്പോൾ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് ആൻ അക്കൗണ്ട്. ഇവിടെ ലോഗിൻ പേജിലോട്ട് പോയില്ല, കാരണം നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് അത് ലോഗിൻ ആകും. വേണമെങ്കിൽ എനിക്കൊന്നുകൂടെ ലോഗൗട്ട് ചെയ്തിട്ട് ഞാൻ ആ ഒരു ഇതിൽ വീണ്ടും ലോഗിൻ ചെയ്താൽ മതി. 1233gmail.com. ഓക്കെ, ജിമെയിൽ പാസ്വേഡും യൂസ് ചെയ്യുക. ഇപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് ലോഗിൻ ആയി. ഓക്കെ, ഇനിയും ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു ഹെഡിങ്, പിന്നെ 4 ടൈപ്പ് ഓഫ് ട്യൂമർ പറ്റും, ഇവിടെ ഒരു ഇമേജ് ഇടാനുള്ളൊരു ബോക്സ്. ഓക്കെ, ഞാൻ ഇനി ഒരു ഇമേജ് ഇവിടെ പിക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഡാറ്റാ സെറ്റിൽ നിന്ന് പിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റിൽ നിന്നാണെങ്കിലും പിക്ക് ചെയ്യാം. ഞാനപ്പോൾ നെറ്റിൽ നിന്ന് 1-2 ഫോട്ടോസ് ലിങ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിതെടുത്ത് ഞാൻ ഈ ഒരു ഫോട്ടോ എടുക്കുകയാണ്. ഓക്കെ, ഞാനപ്പോൾ ഈ ഒരു ഇമേജിൽ ഇതിവിടെ സ്റ്റോർ ചെയ്യുകയാണ്. സേവ് ചെയ്തിട്ട്
ഞാൻ എൻ്റെ ഇതിൽ വന്നിട്ട് ഇവിടെ പിക്ക് ഇമേജിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഇമേജ് കാണാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ പ്രൊഡിക്റ്റ് ബട്ടൺ ഞെക്കുകയാണ്. അപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ ഇത് ബാക്ക് എൻഡിൽ പോയിട്ട് പ്രൊഡിക്ഷൻ തരുന്നത് ദിസ് ഈസ് എ ഗ്ലോയോമ ട്യൂമർ എന്ന് പറഞ്ഞിട്ട് തോന്നുന്നു. പിന്നെ ഒരു അതിനെപ്പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ, എങ്ങനെയാണിത് ഗ്ലോയോമ ട്യൂമേഴ്സിനെ പറ്റി. പിന്നെ ഇവിടെ താഴെ നമുക്ക് പ്രൊഡിക്ഷന് എന്തുമാത്രം കോൺഫിഡൻറ്റോടാണ് പ്രൊഡിക്ഷൻ നടന്നതെന്ന് 99% ആക്യുറസി ഉണ്ടായിരുന്നു. അതോടുകൂടി ഈ ഒരു പ്രൊഡിക്ഷനെ മാത്രം. ഓക്കെ, നമ്മുടെ മോഡലിൻ്റെ ആക്യുറസി വേറെ, ഇതെന്ന് പറയുന്നത് ഈ പ്രൊഡിക്ഷൻ്റെ ആക്യുറസി. ഓക്കെ, ഈ ഒരു മോഡലിന് ഇതൊരു ഗ്ലയോമ ട്യൂമർ എന്ന് 99% ഉറപ്പുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് സെയിം ആയിട്ടൊരു ഡീറ്റെയിൽസ് കാണാം. ഇവിടെ കണ്ട ഡീറ്റെയിൽസ് തന്നെയാണ് താഴെയുള്ളത്. പിന്നെ എനിക്ക് വേണമെങ്കിൽ ചെക്കത്തർ കൊടുക്കാം. എന്നിട്ട് വേറൊരു ഇമേജ് ഞാൻ കാണിച്ചു തരാം. മെനിഞ്ചോമയുടെ ഒരു ഫോട്ടോ ഞാൻ എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ പ്രെഡിക്റ്റ് ആക്കി. അപ്പോൾ അത് മെനിഞ്ചോ ട്യൂമറാണ് എന്ന് കാണിച്ചു. അതിൻ്റെ ആക്യുറസി 97%. ആക്യുറസി അല്ല, കോൺഫിഡൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. 94% ഉറപ്പാണെന്ന്. ഓക്കെ, പിന്നെ ഉള്ളൊരു ഓപ്ഷൻ ഇതിലൂടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററിയാണ്. അതായത് ഞാനിപ്പോൾ എനിക്ക് പഴയ എൻ്റെ പ്രൊഡിക്ഷൻസ് കാണണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഹിസ്റ്ററി ആയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള ഇമേജസും അത് ചെയ്ത സമയം, അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ ലോഗൗട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്താലും ആ ഹിസ്റ്ററി ഇവിടെ കാണും. എനിക്ക് പിന്നീട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് അത് ഹിസ്റ്ററി ഫീച്ചറിനെ കൊടുത്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ബേസിക് വർക്കിങ്. അപ്പോൾ ഞാൻ ഇനി വേണമെങ്കിൽ ഒരു പുറത്തുള്ളൊരു ഫോട്ടോയും കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ക്യാറ്റും മൗസും വേണ്ട, ഒരു ഹോഴ്സ് ആയിക്കോട്ടെ. ഹോഴ്സ് നമ്മുടെ ഡാറ്റാ സെറ്റിൽ ആനിമൽസ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിൽ ഹോഴ്സേ നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, നമ്മൾ ഒരു ക്യാറ്റിൻ്റെയും ഡോഗ്സിൻ്റെയും കുറച്ച് ഫോട്ടോ വെച്ചിട്ടാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതും ഡിറ്റക്റ്റ് ആകേണ്ടതാണ്. കാരണം ഏകദേശം ഒരേപോലെയൊക്കെയാണല്ലോ, 4 കാലും അങ്ങനത്തെ ഒരു ഷേപ്പ് ആയതുകൊണ്ട് മിക്കവാറും ഇതും ഡിറ്റക്റ്റ് ആകേണ്ടതാണ്. ഞാനിത് സേവ് ചെയ്യാം. ഇത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് വെബ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനാണ്. JPG PNG ആയിട്ടുള്ള ഫോട്ടോ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് ഇത് JPG ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ സേവ് ചെയ്തു. പ്രൊജക്റ്റിൽ വന്നു, ലോഗിൻ ചെയ്തു, ഇമേജ് പിക്ക് ചെയ്തു, പ്രെഡിക്റ്റ് ആക്കി. അപ്പോൾ ദിസ് ഈസ് നോട്ട് ആൻ MRI. ആക്ച്വലി ഇത് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ശരിക്കും ആനിമൽസ് എന്നാണ് വരേണ്ടത്. പക്ഷേ ഞാനിവിടെ ഒരു ജസ്റ്റ് കോഡിൽ ആനിമൽസ് എന്ന് വന്നു കഴിഞ്ഞാൽ നോട്ട് ആൻ MRI എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റ് ഇങ്ങനെ കാണിച്ചേക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ വർക്കിങ്. അപ്പോൾ നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മിക്ക ബ്രെയിൻ ട്യൂമർ പ്രൊഡിക്ഷൻ പ്രൊജക്റ്റുകൾ നോക്കിയാലും അതിൽ ഒന്നാമത് ഈ ഒരു യെസ് ഓർ നോ എന്നുള്ള സംഭവം കാണത്തുള്ളൂ. പക്ഷെ നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുവരുന്നുണ്ട്, ടൈപ്പ് ഓഫ് ട്യൂമേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക പ്രൊജക്റ്റുകളിലും ഈ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ തന്നെ, ടൈപ്സ് ഓഫ് ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു ടൈപ്പ് ഓഫ് ട്യൂമേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഈ 4 എണ്ണം ഉള്ളെങ്കിൽ ഉള്ളെന്ന് കരുതുക, ആനിമൽസ് എന്ന് പറയുന്ന ഒരു ഡാറ്റ സെറ്റ് ഇതിലില്ലെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോൾഡർ ഇവിടെ ഇല്ലാതെ നമ്മൾ ഇതിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു എന്തിൻ്റെയെങ്കിലും പട്ടിയുടെ പൂച്ചയുടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാലും ഈ ഒരു 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ട്യൂമറാന്ന് പറഞ്ഞിട്ടേ ഔട്ട്പുട്ട് വരത്തുള്ളൂ. കാരണം നമ്മൾ ട്രെയിൻ ചെയ്യാൻ നേരം എന്തൊക്കെ ഫോൾഡേഴ്സ് ഉണ്ടോ അതനുസരിച്ചാണ് ഔട്ട്പുട്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു എക്സ്ട്രാ ഒരു MRI അല്ലാത്ത ഫോട്ടോകളെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒരു ഫീച്ചറാണ്.
പിന്നെ ഇതിൻ്റെ ആക്യുറസി കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്യുറസി നോക്കി കഴിഞ്ഞാൽ ട്രെയിനിങ് ആക്യുറസി ഓൾമോസ്റ്റ് 0.94, അതായത് ഇൻറ്റു 100 ആണ് നോക്കുന്നത്. അപ്പോൾ 94%, ഓൾമോസ്റ്റ് റൗണ്ട് ചെയ്യുമ്പോൾ 95% ആക്യുറസി നമുക്ക് കിട്ടുന്നുണ്ട്. വാലിഡേഷനും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് 95% ആക്യുറസി നമുക്ക് കിട്ടുന്നുണ്ട്.